സുവിശേഷം കുറിച്ച, രാജ്യസ്നേഹത്തിന്റെ പുത്തൻ പ്രത്യയ ശാസ്ത്രങ്ങൾ വിരചിച്ച, പഴശ്ശിരാജയിലെ ഉണ്ണിമൂക്കയിലേക്ക് യാത്ര ചെയ്ത് വില്ലൻ എന്നത് വേഷങ്ങൾ മാത്രമാണെന്നും ആത്മീയ തലത്തിൽ താൻ നായകനും സംവിധായകനുമാണെന്ന് തെളിയിച്ച പ്രിയപ്പെട്ട ചലച്ചിത്രകാരൻ, ആത്മീയതയിലും സുവിശേഷ ഘോഷണത്തിലും സഭയിലെ ഏതൊരാളെയും രണ്ടാം നിലയിലേക്ക് പിന്തള്ളുവാൻ ദൈവനിയോഗം ലഭിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജചായൻ, മലയാളത്തിന്റെ സ്നേഹനിധിയായ ക്യാപ്റ്റൻ രാജു മുഖ്യ സന്ദേശം നൽകുന്നു. അഭിസംബോധന എന്ന പ്രോട്ടോക്കോളിൽ എന്തെങ്കിലും അപാകതകളോ പിന്നീട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ നാവിൽ വരുന്ന വാക്കുകൾക്ക് പ്രത്യേകിച്ച് ക്രോണോളജി, ഇയർ, പേരുകൾ അങ്ങനെയൊക്കെ ഒരു വല്ലതും തെറ്റുകൾ പറ്റിയാൽ അറിവുള്ള, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ അഭിമാനിക്കുന്ന എൻ്റെ ഓർത്തഡോക്സ് സഭയിലെ എൻ്റെ പ്രിയ മക്കൾ എന്നോട് ക്ഷമിക്കണം. അഭിനന്ദ മുസ്താഖിയോസ് പിതാവേ, അങ്ങ് ഇപ്പോൾ ഇവിടെ വന്നൊരു 7 മിനിറ്റോളം സമയം ഒരു പിരിപിരിപ്പൻ പ്രസംഗം നടത്തിയപ്പോൾ അറിയാതെ ഈ ക്യാപ്റ്റൻ രാജു ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ പുത്തൻപേടിയ ഓമല്ലൂരിനടുത്ത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലേക്ക് പോയി. അവിടെ ഒരു വലിയ പള്ളിയുണ്ട്, മാക്കാമം ഓർത്തഡോക്സ് പള്ളി. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് കേട്ടോണം, 7 മക്കളായിരുന്നു. എൻ്റെ അപ്പച്ചനൊരു സ്കൂൾ ഹെഡ് മാസ്റ്റർ, അമ്മച്ചി ഒരു ടീച്ചറുമായിരുന്നു. ഈ മാക്കാമം നടക്കുന്ന കൺവെൻഷൻ സമയങ്ങളിൽ എൻ്റെ പൊതുപിതാവെ ഞങ്ങളെ കൺവെൻഷന് വിടും. അല്ലെങ്കിൽ ഈ അമ്മ ഒരു പട്ടാളക്കാരി മാതിരിയായിരുന്നു. സമയം പാലിക്കണം. സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ വോളിബോൾ കളിക്കാൻ വിടും. തിരിച്ചു വന്ന് കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട തലമുറയിലെ ഓർത്തഡോക്സ് സഭയുടെ അഭിമാനങ്ങളായ എൻ്റെ മക്കളെ വേദപുസ്തകം വായിച്ച് പാട്ട് പാടി പ്രാർത്ഥിക്കാതെ ആഹാരം തരത്തില്ല. അന്ന് ഈ ചപ്പാത്തിയെ പറ്റി ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ അക്കാലത്ത് മക്കളെ ഏറ്റവും കൂടുതൽ ബീഫാണ്. ബീഫ്, അതായത് നമ്മുടെ കാള ഇറച്ചി. അത് അടുക്കളയിൽ ഇങ്ങനെ ഈ പ്ലുപ്ലാന്ന് ആ ഇറച്ചി കൂട്ടി കൂടെ ഒന്ന് ചേർന്ന് അങ്ങോട്ട് തിളയ്ക്കുമ്പോൾ ഒരു മണമടിക്കും. പ്രായം 18, 6 സെറ്റ് വോളിബോൾ കളിച്ചിരിക്കുമ്പോഴാണ് ഈ അന്നമ്മസാര പറയുന്നത്, പാട്ടുപാടി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചാട്ടെ. അന്ന് അല്പം ഒരു മനപ്രയാസമൊക്കെ തോന്നും. നല്ല വിശപ്പാണ്. ചപ്പാത്തിയും ബീഫ് കറിയുടെ മണങ്ങൾ ഒന്നിച്ചങ്ങോട്ട് ചെല്ലുമ്പോഴുള്ള സന്തോഷം എല്ലാ വേളകളിലും എന്തായിരുന്നാലും ഈ അന്നമ്മസാറിന് മുന്നിൽ ഒരു നമ്പർ നടക്കത്തില്ല. ഞങ്ങൾ വേദപുസ്തകത്തിലെ മിക്ക അധ്യായങ്ങളെല്ലാം കാണാതെ പഠിച്ചിരുന്നു. അറിഞ്ഞ് ഉൾക്കൊണ്ട് വേദപുസ്തകം കൈകൊണ്ട് തുടങ്ങില്ല. അങ്ങോട്ട് വായിക്കും. വായിക്കുന്ന ശൈലിയിൽ തന്നെ അങ്ങോട്ട് പറയും. പ്രാർത്ഥന കഴിഞ്ഞു ആഹാരമൊക്കെ തരും. അക്കാലത്ത് ഈ മാക്കാവുന്ന കൺവെൻഷന് പോകുമ്പോൾ എൻ്റെ അപ്പച്ചൻ ഞങ്ങൾ 7 പേർക്കും ഓരോ രൂപയെ തരത്തുള്ളൂ. അന്ന് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ 1 രൂപയും കൊണ്ട് ആദ്യം പോയി ഒരു 25 പൈസയുടെ ഐസ്ക്രീം വാങ്ങിച്ചെടുത്തിന്. ഒരു സ്റ്റിക്കിലുള്ള നിറമുള്ള ഐസ്ക്രീം, വലിയ സന്തോഷമാണ്. പിന്നെ 25 പൈസയും കൊണ്ട് ഞാനൊരു മൗത്ത് ഓർഗൻ വാങ്ങിക്കും, ചെറിയ മൗത്ത് ഓർഗൻ. അന്ന് ആ മൗത്ത് ഓർഗൻ പാടി പഠിച്ചു തുടങ്ങിയത് ചുമ്മാത് പറയുന്നതല്ല മക്കളെ. എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരമേ. ഇന്നൊരു മൗത്തോറൻ ഇങ്ങോട്ട് തന്നാട്ടെ, നിങ്ങളുടെ സ്പെൽ ബൗണ്ടായിട്ട് പിടിച്ചിരുത്താൻ എന്റെ തമ്പുരാൻ എനിക്ക് ഭാഗ്യം തന്നു. ഏത് പാട്ടും എനിക്ക് മൗത്തോറിന് കൂടെ പാടാം. ഒക്കെ കാരണം ഈ മാക്കാമെന്ന് കൺവെൻഷനും ഈ ദാനിയൽ സാറ് വന്ന സാറാണ്. അങ്ങനെ ഞങ്ങൾ പോകും. കുറച്ച് ബലൂണ് വാങ്ങിക്കും. അതായിരുന്നു അന്നത്തെ ഞങ്ങളുടെ കൺവെൻഷൻ. പക്ഷേ എന്റെ പൊന്ന് ഒസ്താദ്യോസിന് മനസ്സിലാക്കി പിതാവേ, അന്നൊരു പിടിപിടുക്കൻ പിരിപെരുപ്പൻ അച്ഛനുണ്ടായിരുന്നു. ഭയങ്കര പിരിപിരിപ്പ. പ്രസംഗം അങ്ങോട്ട് തുടങ്ങിയാൽ നമ്മളെ പിടിച്ചിരുത്തും. ആ അച്ഛൻ പ്രസംഗിക്കുന്ന ദിവസം ഞങ്ങൾക്ക് ഐസ്ക്രീമും വേണ്ട, ഒന്നും വേണ്ട. എന്താ പേടിയാ. വീട്ടിൽ ചെല്ലുമ്പോൾ ഈ അപ്പനും അമ്മയും ചോദിക്കും, ഇന്നേ നമ്മുടെ ആ അച്ഛൻ പേര് ഞാൻ അവസാനമേ പറയുന്നുള്ളൂ. ചിലപ്പോൾ ഉസ്താദ്യോസിന് മനസ്സിൽ ചിലപ്പോൾ ഓർക്കാൻ പ്രയാസമായതുകൊണ്ട് ആ അച്ഛനെയൊക്കെ ഓർക്കാൻ ചില പ്രയാസമായിരിക്കും. ലാസ്റ്റിൽ പറയാം. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഈ അന്നമ്മ സാറ് ആഹാരം കഴിക്കുന്നതിന് മുൻപ് തന്നെ ചോദിക്കും, ഇഞ്ഞൊന്നേ ഇന്ന് ആ വൈദികൻ, ബഹുമാന്യനായ വൈദികൻ എന്ത് മെസ്സേജാ തന്നത്? കേട്ടയൊക്കെയുള്ളൂ, മൊത്തം ഒരു വാക്ക് എന്റെ ചെവി വിടത്തില്ല. ആ ശൈലി, പ്രസംഗ ശൈലിയൊക്കെ അന്ന് കുറേശ്ശെ കൃത്യമായി അന്നേ വൈദിക ശ്രേഷ്ഠർ എന്ത് കാണിച്ചാലും ഞാൻ വീട്ടിൽ വന്ന് അതുപോലെ അഭിനയിക്കുകയും ചെയ്യുമായിരുന്നു. ഈ വൈദികന്റെ ഓരോ ചലനവും എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ പൊന്നു തിരുമനസേ, ആ ഞങ്ങളുടെ വൈദികനാണ് ഞങ്ങളെല്ലാം ഈ നിലയിലേക്ക് കൊണ്ടുപോയത്. അത് മറ്റാരുമല്ല, നമ്മളുടെ എല്ലാം ഓർത്തഡോക്സ് സഭയുടെ അറിവിന്റെ കലവറയായ, നമ്മളുടെ എല്ലാം നിധിയായ, അനുഗ്രഹീതനായ ഉസ്താദ് തിരുമേനി തന്നെയാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം.
അവിടെ തുടങ്ങിയതാണ് ഈ ഓർത്തഡോക്സ് സഭയോടുള്ള സ്നേഹം. ഞാൻ ഇന്ന് എന്റെ വൈദിക ശ്രേഷ്ഠരെ കാണുമ്പോൾ എനിക്കങ്ങ് ആവേശമായി. ഇത് വെറുതെ പറയുന്നതല്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് എറമ്പാച്ചനായിരുന്ന മിടുമിടുക്കൻ ഞങ്ങളുടെ എറമ്പാച്ചൻ സുന്ദരക്കുട്ടൻ തിരുമേനിയായി സുൽത്താൻ ബത്തേരിയുടെ നായകനായി ചുക്കാൻ പിടിക്കുന്നു. എന്റെ ദൈവമേ, ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയല്ലോ. ഇനി എന്തിനേറെ പറയുന്നു, ഇന്നത്തെ നമ്മുടെ അധ്യക്ഷൻ ആരാണ്? എന്റെ ഒരു ഇളയ പങ്ക് ഞാൻ ജീവിതവുമായിട്ട് ഇതിനെല്ലാം മുന്നിട്ട് കൊണ്ടുപോകുന്നത്. ദയവായിട്ട് എന്റെ ഓർത്തഡോക്സ് സഹോദരങ്ങൾ ഉൾക്കൊള്ളണം. നമ്മൾ ഭാഗ്യമുള്ളവരാ. നമ്മളെ നയിക്കുന്ന വൈദികർക്കുള്ള മഹത്വം വിളിച്ചു പറഞ്ഞേ പറ്റുകയുള്ളൂ. എല്ലാവരും വൈദിക ശ്രേഷ്ഠന് മുതൽ എല്ലാം നമ്മുടെ എറമ്പാച്ചന്മാരും കോർപ്പസ്കോപ്പമാരും അച്ഛന്മാരും എല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മുടെ അഭിമാനങ്ങളാണ്. എന്റെ കൊച്ചു പെങ്ങള് ബഹ്റിന് വലിയൊരു കമ്പനി IBM ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മയങ്ങി വീണു. ഇത് പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. മയങ്ങി വീണ് അവിടുത്തെ ഡോക്ടേഴ്സ് സ്കൾ ഓപ്പൺ ചെയ്ത് ക്ലോട്ട് ചെയ്ത ബ്ലഡൊക്കെ എടുത്ത് മാറ്റി നേരെ ഹിന്ദുജ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ മാത്രമേ ഈ ഒരു പ്രത്യേക നൈഫ് എന്നാണ് പറയുന്നത്, ഗ്യാമ നൈഫ്. അത് കൊണ്ടുപോയ 4 ഇടത്തിന്റെ സഹോദരരുടെ ബ്രെയിനിനകത്ത് പൊട്ടിയിട്ടുണ്ട്. സെറിബ്രൽ ഹെമറേജ് ആയിരുന്നു. എത്ര എളുപ്പം കൊണ്ടുപോയാൽ അത് കരിച്ചു കളയാനുള്ള സംവിധാനം ഇന്ത്യയിൽ ഒരിടത്തേ ഉള്ളൂ. അത് ഹിന്ദുന്റെ ഹോസ്പിറ്റലാണ്. എന്റെ ഈ മകളെ ഞങ്ങൾ അളിയനും ഞാനും കൂടെ കയ്യിലെടുത്ത് മൊത്തം മയക്കത്തിലാണ് മകൾ കോൺഷ്യസല്ല കൊണ്ടുവന്ന് ഹിന്ദുജയിൽ കൊണ്ടുവന്ന് അവിടുത്തെ ഡോക്ടേഴ്സിന്റെ മിടുക്ക് ഉള്ള നല്ല ഡോക്ടേഴ്സ്, അനുഗ്രഹീതരായ ഡോക്ടേഴ്സിന്റെ മിടുക്ക് മൂലം അവിടെ ഓപ്പറേറ്റ് ചെയ്ത് ഗ്യാമാനൈസ് കൊടുത്ത് ഇന്ന് MBBS പഠിക്കുന്ന മകന്റെ കൂടെ ചുംകൂർന്ന സ്ഥലത്തോടുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത വിവരം, എന്റെ നാട്ടിൽ വർഷങ്ങൾക്ക് മുൻപ് സുന്ദരിയായ ഒരു സഹോദരി ജനിച്ചു. ആ സഹോദരി വർഷങ്ങൾക്ക് മുൻപ് വെളുത്ത ഒരു സുന്ദരക്കുട്ടൻ മകന് ജന്മം കൊടുത്തു. ആ മകൻ വളർന്നു ചെമ്മാച്ചനായി അച്ഛനായി ഇന്ന് ഓർത്തഡോക്സ് സഭയുടെ NTOC അതിന്റെ പ്രസിഡന്റ് ആകുവാനുള്ള സൗഭാഗ്യം കിട്ടി. ബോംബെയിൽ വെച്ച് എല്ലാ ദിവസവും വന്ന് എന്റെ പെങ്ങളുടെ തലയിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ലാതിരുന്ന എന്റെ പെങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ ആശ്വസിപ്പിച്ച്, രാജു ഒന്നും പേടിക്കാനില്ല, നിന്റെ പെങ്ങളെ പിടിക്കുകയായിട്ട് നിങ്ങളുടെ വരുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചത് മറ്റാരുമല്ല, നമ്മുടെ ദൈവമേ കൂടി ദിവസത്തിന് കഴിയാണ്. ഓരോ അവസരങ്ങളിലാണ് നമ്മൾ മഹത്വം മനസ്സിലാക്കുന്നത്. ഓർത്താട്ടെ, എന്റെ കുഞ്ഞുങ്ങളെല്ലാം ഓർമ്മയിരിക്കണം, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കൂടുതലായിട്ട് ഞാൻ നീട്ടി സംസാരിച്ചു പോകുന്നില്ല. പറയാനാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളോട് ഒത്തിരി മെസ്സേജ് എനിക്ക് തരാനുണ്ട്. മക്കളെ, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. അറിഞ്ഞ് നിങ്ങൾ ഇനി പുണ്യവാളന്റെ നാമധേയത്തിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. തിരുമനസ് സ്നേഹത്തിലൂന്നിയാണ് സംസാരിച്ചിരിക്കുന്നത്. അതാണ് പരമസത്യം. എങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ താലിബാൻ ഗ്രൂപ്പ് മാതിരിയുള്ള ആൾക്കാരുണ്ട്. വേദപുസ്തകം എടുത്ത് ആരുടെയും പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ഗ്രൂപ്പിനെയും കുറ്റപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മക്കളെ, ഇടത്ത് കയ്യിൽ വേദപുസ്തകവും ഒരു വെളുത്ത ഉടുപ്പും കൊണ്ടുവന്ന് നിങ്ങളോട് തീവ്രമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഓർത്തഡോക്സിലെ കുഞ്ഞുങ്ങൾ ആധികാരികമായിട്ട് മറുപടി പറയാൻ നിങ്ങൾ അറിവ് വേണം. നിങ്ങളുടെ വിശ്വാസം ദൃഢപ്പെടുത്തണമെങ്കിൽ മക്കളെ അറിവ്, നോളജ്, വചനം വാളായിട്ടെടുത്താൽ മാത്രം പോരാ. ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, സത്യമാണ്, നീ വചനം കയ്യിൽ വാളായിട്ടെടുത്തോ, എങ്കിൽ ഇടത്തുവശത്തെ കയ്യിൽ എന്താ വേണ്ടിയത്? പരിചയം വേണം. നിന്റെ വാള് വചനമാണെങ്കിൽ പരിചയം എന്താണ്? നിന്റെ വിശ്വാസമാണ്. മക്കളെ, വിശ്വാസം എന്ന് പറയുമ്പോൾ ചെറിയൊരിടമല്ലത്. വളരെ വിശാലതയുണ്ടെങ്കിൽ മാത്രമേ, അറിവുണ്ടെങ്കിൽ മാത്രമേ, നിങ്ങളുടെ തലച്ചോറിൽ അഭിമുഖ പിതാവിന്റെ മാതിരി അറിവ് എത്രയും നിങ്ങൾക്ക് ലോഡ് ചെയ്യാമോ അത്രയും ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ വിശ്വാസം ദൃഢപ്പെടുകയുള്ളൂ. ഇത് പറയുമ്പോൾ ഒരു കുട്ടിക്കഥയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, പ്രായമായവർക്കുള്ളതല്ല. ജർമ്മനിയിൽ പണ്ട് മക്കളെ ഒരു കൊച്ചുമിടുക്കൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫിലോസഫി ആൻഡ് റിലീജിയൻ എടുക്കുന്ന ക്ലാസ് ടീച്ചർ ആ ക്ലാസ്സിൽ വന്നിട്ട് ഹെഡിങ് എഴുതി, ഡസ് ഗോഡ് എക്സിസ്റ്റ്? ഈശ്വരനുണ്ടോ? ഇതാ ചോദ്യം. യേശു ക്രിസ്തുവായിട്ട് ബന്ധിപ്പിക്കുന്നില്ല, അത് പിന്നീട് ഞാൻ പറയാം. ഈശ്വരനുണ്ടോ? ക്വസ്റ്റ്യൻ എഴുതി. കുഞ്ഞുങ്ങളെല്ലാം സൈലന്റായി, ആരും പറയുന്നില്ല. പിന്നീട് ചോദിച്ചു, പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നുവോ? കുഞ്ഞുങ്ങളെല്ലാം കൂടെ പറഞ്ഞു, വിശ്വസിക്കുന്നു. അപ്പോൾ